ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൂഫി ടേൽസ് ഓഫ് ദ ലാബ്. ഇനി ഞാൻ വന്നിരിക്കുന്നത് ഹെയർ കളർ ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് ഗായ്സ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയാണ് ഹെയർ കളറിങ് ചെയ്യാൻ പോകുന്നത്. ഒരു എക്സ്പ്രഷനും ഇല്ലാതിരിക്കുക, കാരണം ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കാം എന്നോർത്തു ഗായ്സ്. അപ്പം ഞാൻ ഓർത്തൊരു വീഡിയോ എടുക്കാമെന്ന്. ഫ്ലോപ്പായി പോയാലും ഫ്ലോപ്പായില്ലെങ്കിലും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഗായ്സ്, നമ്മളിവിടെ മേടിച്ചിരിക്കുന്നത് സ്ട്രീക്സിൻ്റെ അൾട്രാ ലൈറ്റ്സ് ഹൈലൈറ്റിംഗ് കിറ്റ് ആണ്. കോഫി കളക്ഷൻ ക്യാപ്പുച്ചിനോ ബ്രൗൺ ആണ് നമ്മൾ എടുത്തിരിക്കുന്ന കളർ. പിന്നെ ഇവിടെ നമുക്ക് ഇതുണ്ടോ ഹൗ ടു യൂസ് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ. എനിക്ക് തോന്നുന്നു ഇതൊന്നും ആർക്കും അറിയത്തില്ലാത്ത കാര്യമൊന്നും അല്ലാന്ന്, ഞങ്ങൾ അതോട് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ബാക്ക് സൈഡിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിത് ഓൾറെഡി പൊട്ടിച്ച് ഇങ്ങനെ പീസ് ആക്കി ഇവിടെ വെച്ചിരിക്കുന്നത് കൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഒരു നോട്ടീസ് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു, ഇൻസ്ട്രക്ഷൻസ് ആയിട്ട്. ഹൈലൈറ്റിംഗ് കിറ്റ് കാണത്തില്ല, അയ്യോ വെട്ടം കാരണം കാണത്തില്ല ഗായ്സ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് ഹിന്ദിയിലും ഇംഗ്ലീഷിലും. മലയാളികളൊന്നും ചെയ്യണ്ടേ, ഇംഗ്ലീഷ് അറിയാലോ. അമ്മയുടെ പുളിസോ. അപ്പോൾ ഹെയർ കളറിങ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു അന്ത്യാഭിലാഷമായിരുന്നു ഗൈസ്. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോവാ ഗൈസ്. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഇത് മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഡെവലപ്പറും ബ്ലോണ്ടേ പൗഡറും നമ്മളത് മിക്സ് ചെയ്യാൻ പോവാണ്. വേണ്ട, അപ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ ഇങ്ങനെ മിക്സ് ആക്കാം ഗൈസ്. ഇത് എൻ്റെ അടുത്തുള്ള ബ്രഷാണ്, ഇങ്ങനെ മിക്സ് ആക്കാനായിട്ടുള്ള ബ്രഷാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇത് തലത്തേക്കാളുള്ള പ്രശ്നം. അപ്പോൾ അതിന് അത് തലത്തേക്ക് ഇത് മിക്സ് ചെയ്യാം. പുക വരുന്ന ഗൈസ്. പാക്കറ്റിന്റെ പകുതി പറന്നു പോയിരിക്കുകയാണ്. വെറുതെ ഇത് വണ്ണിഷ്ടു എന്ന് പറഞ്ഞു, മണ്ണ് പറന്നു പോകും. എന്തോ ക്രീം പോലത്തെ സാധനമാണ് ഗൈസ്, ഡെവലപ്പർ. അപ്പം നമുക്ക് അതിടാം. മിക്സ് മിക്സ് മിക്സ്. അയ്യേ അയ്യേ അയ്യേ. A few moments later. Guys, look at this. നല്ല ഭംഗിയുണ്ടല്ലേ, നമ്മളിങ്ങനെ മറ്റേ ഇങ്ങനെയൊക്കെ ചെയ്തേക്കുന്നുണ്ട്. ഞാൻ ഇതെന്തും പിന്നെ മുടി പുറകെ കുറച്ച് ചെയ്തോളൂ. ഇതുണ്ട്, ഇത് ഫുള്ള് ഇങ്ങനെ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് ഒരാൾക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. നല്ലോണം ഹെയർ കളർ ചെയ്യാനാണെങ്കിൽ ഒരാൾക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. അവർ അതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് പോയിസണസ് ആണ്, അതുകൊണ്ട് തന്നെ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യാവുള്ളെന്ന്. പക്ഷേ എൻ്റെ കയ്യിലൊക്കെ ഇച്ചിരി പറ്റിയിട്ട് എനിക്കാണ് അപ്പടി ചൊറിയണ പോലെ എന്തുണ്ടോ, അത് പോകുന്നേ ഇല്ല, ഊത്ത പോലെ ഇരിക്കുക കൈ. കഴുകിയിട്ട് പോകണില്ല എൻ്റെ വെള്ള കളറ്. പ്രത്യേകം പറയാം, ഗ്ലൗസ് ഇട്ടിട്ടേ ചെയ്യാവുള്ളൂ. ഒരു തരി പോലും കൈ പറ്റരുത്. ഇത് ഒരുമാതിരി പ്രത്യേകം ഇതിന് പോകുന്ന ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അതായത് 30 മിനിറ്റ്സ് വെച്ചിട്ടാണ് വാഷ് ചെയ്യുന്നത്. വാഷ് ചെയ്യുമ്പോൾ ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്ത് കളയണം എന്നാണ് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 30 മിനിറ്റ്സ് കഴിഞ്ഞ് കാണാം ഗൈസ്. അല്ല, വാഷ് ചെയ്തിട്ട് കാണാം ഗൈസ്. A few moments later. ഒരു പാളിച്ച പറ്റിയ പോലെ ഇല്ലേ എന്നൊരു സംശയം ഇല്ലാതില്ല. Look at this color guys. മുടി വലിച്ചു പറിക്കാതെ മുഖം കുത്തി വെച്ചേക്കുവാ. പക്ഷെ കൊള്ളാല്ലേ, എന്റെ ചെറിയൊരു കളർ ചേഞ്ച് ഇവിടെയോ ഉണ്ട്. ഞാൻ ഒത്തിരി ചെയ്തില്ല. എന്റെ വാരി പൊത്തി ഇച്ചിരി, എൻ്റെ ഇച്ചിരി മാത്രമേ ഉള്ളൂ. അവിടെ എവിടെയൊക്കെ ഓരോന്നും ഇവിടെ ഒന്ന് ബ്ലാക്ക് കളർ ചെയ്യാൻ പറ്റുമോ ഡൈ ചെയ്ത. അപ്പൊ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാം ഗൈസ്. അതിന്റെ കളർ മാറി ഒരു വയലറ്റ് പോലത്തെ കളറായി. എല്ലാം നശിച്ചു നിലത്തുനിന്ന് പെറുക്കി തേക്കാം ഗൈസ്. തേച്ചിട്ട് കാണാം ഗൈസ്. ബൈ. കാരണം നിലത്തുനിന്ന് പെറുക്കി തേക്കുന്നത് എങ്ങനെ വീഡിയോ എടുക്കുന്നത്. A few moments later. എവിടെയോ എന്തോ ഒരു തകരാറ്. കുറച്ച് കളർ അധികമായി പോയി എന്നത് അപേക്ഷിച്ചാൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, അവൾക്ക് കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ട് അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ അവൾ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ഡൈ ഒക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തു ഗൈസ്.
ശരിക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ മുടി എടുത്തത് കുറച്ച് കൂടിപ്പോയി ഭയങ്കര കട്ടിയിലെടുത്തു. കാരണം ശരിക്കും പറഞ്ഞാൽ ഹൈലൈറ്റ് ചെയ്യേണ്ട മുടി മാത്രം ഓരോ സ്ട്രൈപ്സ് മാത്രം എടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്ത് ക്രീം തേക്കാൻ വേണ്ടിയിട്ട് മാത്രം ശ്രദ്ധിക്കുക. പിന്നെ മുഖം കാണിച്ചാൽ അവൾ എന്നെയും കത്തിക്കും യൂട്യൂബും കത്തിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ മുഖം കാണിക്കുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗായ്സ്. ബൈ.